ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പോകുന്നത് അനു ഇപ്പോൾ ഉദ്ഘാടനം ഒരെണ്ണം കഴിച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് കഴിഞ്ഞത്. പോപ്പീസിൻ്റെ ഉദ്ഘാടനമായിരുന്നു, കോഴിക്കോട് വെച്ചിട്ടായിരുന്നു ഒരു ഉദ്ഘാടനം ഉണ്ടായിരുന്നത്. അപ്പോൾ വൈകിട്ടായിരുന്നു ഉദ്ഘാടനം, നവംബർ 14-ാം തീയതി. ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ചിട്ടും റോബിൻ രാധാകൃഷ്ണൻ അനുമോളെക്കുറിച്ച് കുറച്ച് പ്രസ്താവന പറഞ്ഞിട്ടുണ്ട്, കുറേ മത്സരാർത്ഥികളെ കുറിച്ചിട്ടും പറഞ്ഞിട്ടുണ്ട്. PR വിനു അനുമോളെക്കുറിച്ചും അങ്ങനെയൊക്കെ ഇറക്കിയ കുറച്ച് പ്രസ്താവനകളും അനീഷിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പോകുന്നത്. അതിന് മുന്നേ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽബട്ടനും കൂടി അമർത്തിക്കോളൂ കേട്ടോ, കമൻറ്റ് ഇട്ടോളൂ കേട്ടോ. അപ്പോൾ കമൻറ്റ്സ് എനിക്ക് കുറേ ഈ അനുമോളെ കുറിച്ചിട്ട് ഞാൻ വീഡിയോ ഇട്ടപ്പോൾ കമൻറ്റ്സ് എനിക്ക് ബാഡായിട്ട് കുറേ വരുന്നുണ്ട്. ഹെൽത്തി ആയിട്ടുള്ള ബാഡ് കമൻറ്റുകൾ കുഴപ്പമില്ല, നിങ്ങൾ ഇടൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ക്രിറ്റിസിസം നല്ലതാണ്, നല്ല കാര്യങ്ങളാണ്, എനിക്കത് ഇഷ്ടമാണ്. കുറേ ഞാനിരുന്ന് ചിരിച്ചിട്ടുണ്ട്, എന്നെ കരച്ചിൽ തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ എൻ്റെ ഒപ്പീനിയനാണ് ഇടുന്നത്. ചിലർ പറയുന്നത് എനിക്ക് ഹൈ റീച്ച് കിട്ടാനാണ്. ഹൈ റീച്ച് കിട്ടാനാണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. അനുമോളെക്കുറിച്ചൊന്ന് കുറേ പൊക്കി പറഞ്ഞാൽ മതി. പല ചാനലിലും അതാണ് ചെയ്യുന്നത്. അനുമോളെക്കുറിച്ചാണ് പൊക്കി പറഞ്ഞാൽ അവർക്ക് ഹൈ റീച്ചാണ് കിട്ടുന്നത്. പക്ഷേ എനിക്കതല്ല വേണ്ടത്. എനിക്ക് എൻ്റെ സ്വന്തം ഒപ്പീനിയനാണ്. അനുമോൾ പറഞ്ഞിട്ടുള്ള കുറേ പരസ്പര വിരുദ്ധ കാര്യങ്ങളാണ് ഞാൻ തുറന്നു കാണിക്കുന്നത്. അതിലെനിക്ക് കുറച്ച് റീച്ച് കുറവായിരിക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സുഖകരമായ കാര്യങ്ങളല്ലല്ലോ പറയുന്നത്. പക്ഷേ ഞാൻ അനുമോളെ വ്യക്തിഹത്യ ചെയ്യുന്നില്ല, അനുമോളെ വേണ്ടാതിനം പറയുന്നില്ല. ഞാൻ അനുമോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുത്തുകൊണ്ടാണ് ഓരോ വീഡിയോസും ഇടുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും കമൻറ്റ് ഇടുമ്പോൾ അതേ രീതിയിൽ തന്നെ നമുക്കും കമൻറ്റ് ഇട്ടോളൂ. കാരണം നിങ്ങൾ ആരെയും അനുമോളെ ഞാൻ ഒരുപാട് വോട്ട് ഞാൻ ചെയ്തുള്ള ആളാണ് അനുമോൾക്ക് വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ ഈ ചാനലിൽ തീരെ ഗതി പിടിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എൻ്റെ ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളൂ ഗൈസ്, പിന്നെ എങ്ങനെയാണിത് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഞാൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ അനുമോളെ കുറിച്ചിട്ട് കുറേ ചാനൽസ് ചെയ്യുന്ന പോലെ പൊക്കി 2, 3, 4, 5 തവണക്കൊക്കെ പൊക്കി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഗതി പിടിക്കും. ഇതിപ്പോൾ 1 മന്ത് പോലും ആയിട്ടില്ല എൻ്റെ ഈ ചാനൽ തുടങ്ങിയിട്ട്. അപ്പോൾ പിന്നെ എങ്ങനെയാണ്, നിങ്ങൾ എന്തിനാണ് അങ്ങനത്തെയൊക്കെ പറയുന്നത്? അതൊക്കെ വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് പോകാം. റോബിൻ പറയുന്നുണ്ട്, എന്താണ് റോബിൻ പറയുന്നത്? PR ഓപ്പോസിറ്റ് മത്സരാർത്ഥികളെ ഡീഗ്രേഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഏറ്റവും മോശമായിട്ടുള്ളതെന്ന് പറഞ്ഞു. ഒരാളെ വലിച്ചിട്ട് താഴേക്ക് ഇട്ടിട്ടാണ് ജയിപ്പിച്ചു കൊടുക്കുന്നത്. അതാണ് ഇപ്പോൾ ഈ അനുമോളുടെ കേസിലുണ്ടാക്കിയിരിക്കുന്നത്. പല മത്സരാർത്ഥികളെയും താഴേക്ക് വലിച്ചിട്ടിട്ടാണ് ഈ PR വിനു അനുമോൾക്ക് വിജയം നേടിക്കൊടുത്തിരിക്കുന്നത്. അനുമോൾ ചെയ്യുന്ന എല്ലാ നെഗറ്റീവ് കണ്ടൻറ്റും പോസിറ്റീവ് ആക്കിയിട്ടാണ് വിജയം കൈവരിച്ചിരിക്കുന്നത്. അനുമോൾക്ക് ജെന്യൂനായിട്ടുള്ള കുറേ വോട്ട് കിട്ടിയിട്ടുണ്ട്. അതിനൊപ്പം PR വോട്ടും കിട്ടിയിട്ടുണ്ട്. രണ്ടും കൂടി ആയിക്കഴിഞ്ഞാൽ ഒരാൾ പെട്ടെന്ന് ജയിച്ചു, ഹൈ ലെവലിൽ ജയിച്ചു പോകും. അങ്ങനെയാണ് നടന്നിരിക്കുന്നത്. പിന്നെ അഖിൽമാരാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റോബിൻ പറയാണ്, എനിക്ക് അഖിൽമാരോട് വലിയൊരു താങ്ക്സ് ഉണ്ട്. കാരണം PR ഇല്ലാതെയാണ് ഞാൻ ജയിച്ചു വന്നത് എന്ന് അഖിൽമാരാർ തുറന്നു പറഞ്ഞു. ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കാലങ്ങളായിട്ട് ഭയങ്കര വഴക്കലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറിയിട്ടുണ്ട്. അവർ ഭയങ്കര സ്നേഹത്തിലാണ്. ഇപ്പോൾ അഖിലിന് താങ്ക്സ് പറഞ്ഞ് നമ്മുടെ റോബിൻ രാധാകൃഷ്ണൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഈ ബിഗ് ബോസ് ചരിത്രത്തിലെ നമ്മുടെ മലയാളം ബിഗ് ബോസിലെ ഏറ്റവും അധികം എന്താ പറയുക, മത്സരാർത്ഥികളിൽ ഏറ്റവും നല്ല സ്നേഹവും അനുകമ്പയും ഒക്കെ കിട്ടിയ ഒരേ ഒരു മത്സരാർത്ഥി റോബിൻ തന്നെയാണ്. സ്വന്തം പ്രയത്നം കൊണ്ട് മാത്രം ഇത്രയധികം ജനങ്ങളെ നേടിക്കൂട്ടിയ ആളാണ് റോബിൻ. അതുകൊണ്ട് തന്നെയാണ് റോബിൻ വന്നിറങ്ങുമ്പോൾ എന്തുമാത്രം ജനങ്ങളാണ് വരവേൽക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു വരവേൽപ്പ്, അല്ലെങ്കിൽ അഖിൽമാരാർ വന്നിറങ്ങുമ്പോൾ എന്തുമാത്രം ജനങ്ങളായിരുന്നു. ആ വരവേൽപ്പ് ഇവർക്കുണ്ടോ, അനുമോൾക്കുണ്ടോ, അനീഷിനുണ്ടോ? അനീഷിന് പിന്നെയും കൂടുതലുണ്ട് അനുമോളേക്കാളും. അപ്പം തന്നെ നമുക്കറിയാം അത് PR ആണ്. ഇപ്പോൾ ഒരു അനുമോളെക്കുറിച്ചൊരു നമ്മൾ ഒരു നെഗറ്റീവ് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അനുമോൾ പറഞ്ഞ കാര്യങ്ങളാണ് ചെയ്യുന്നത്, അല്ലാണ്ട് അനുമോളെ വീട്ടിലത്തെ കാര്യങ്ങളോ അതൊന്നും പറഞ്ഞിട്ടല്ല നമ്മൾ നെഗറ്റീവ് ഇടുന്നത്. ആ നെഗറ്റീവ് വീഡിയോ ചെയ്ത് അപ്പം തന്നെ ഒരുപാട് ബാഡ് കമൻറ്റ്സ് വരികയായി. അതൊന്നും പ്രശ്നമല്ല. ഹെൽത്തി പരമായിട്ടുള്ള ബാഡ് കമൻറ്റ് ഞാൻ സ്വീകരിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പം അങ്ങനെയാണ് റോബിൻ പറയാം, എൻട്രിയിൽ കൂടി ഈ മത്സരാർത്ഥികൾ അനുമോളെ ജയിപ്പിച്ചു കൊടുക്കാനുണ്ടായത്. കാരണം എൻട്രി ചെന്ന് എന്താ കാക്കാലക്കൂട്ടം പോലെ എല്ലാവരും കൂടി ഇത്രയും സഹിച്ച് നിൽക്കുന്നവരാണ് അവർ, അല്ലേ? ഇപ്പം അനുമോളാണെങ്കിലും അക്ബറാണെങ്കിലും ഷാനവാസ് ആണെങ്കിലും 100 ദിവസം സഹിച്ച് നിൽക്കുന്ന ആൾക്കാരെ എൻട്രി ചെന്നിട്ട് ഇവർ ഇവിടെ നിന്ന് ചിരിച്ചും മതിച്ചും ചെന്ന് ഒരുപാട് അങ്ങോട്ട് തല്ലി താഴ്ത്തിടാൻ നോക്കി. അതിലാണ് അനുമോൾ അങ്ങോട്ട് കയറിയത്. അപ്പോൾ കുറച്ച് സിമ്പതി വോട്ട് കയറി, അനുമോളുടെ ഫാൻസ് വോട്ട് കയറി, PR വോട്ട് കയറി. ഇത് മൂന്നും കൂടി അത്യാവശ്യം ശതമാനം വോട്ട് അങ്ങോട്ട് കയറി, അല്ലേ? ഗെയിം കഴിഞ്ഞു, എന്നിട്ടും അവർ തമ്മിൽ തല്ലു കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് റോബിൻ പറയുന്നത്. പക്ഷേ എൻ്റെ പേജസ് ഞാൻ പോയ സമയത്ത്, എൻ്റെ സീസൺ 4 ഞാൻ പോയിരുന്ന സമയത്ത് എൻ്റെ പേജ്
ലുക്കായിരുന്നു. ഞാനത് ആരെ കയ്യിലും കൊടുത്തിട്ടില്ല. എനിക്ക് PR ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കൊടുക്കുമായിരുന്നല്ലോ. PR ഉണ്ടായിരുന്നില്ല. റോബിൻ രാധാകൃഷ്ണന് ജെന്യൂൻ തന്നെയാണ്. റോബിൻ രാധാകൃഷ്ണൻ ജെന്യൂനായിട്ട് ജയിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ റോബിൻ പറയുന്ന ഒരു പ്രത്യേക കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ PR കൊടുത്തു എന്നറിഞ്ഞാൽ ഉടനെ തന്നെ അവരെ അവിടെ നിന്ന് ഇറക്കി വിടുക. ഇതാണ് ബിഗ് ബോസ് ഏഷ്യാനെറ്റും കൂടി ചെയ്യേണ്ടത്. ശരി തന്നെ, എൻ്റെ അഭിപ്രായം തന്നെയാണ്. PR കൊടുത്തു എന്ന് പറഞ്ഞാൽ അവരുടെ ഇറക്കി വിട്ടോളൂ. അല്ലാതെ ഈ നന്നായി കളിക്കുന്ന വ്യക്തികളുടെ ഇടയിൽ ഇവർ PR നിന്ന് മറ്റുള്ളവരെ നിന്ന് അടിച്ച് താഴ്ത്തിടുക എന്നുള്ള പരിപാടി നമുക്ക് കാണുന്നവർക്ക് സുഖമില്ല, അതുപോലെ തന്നെ കേൾക്കുന്നവർക്കും സുഖമില്ല. ഇനി ഇവരൊക്കെ ജയിച്ചു വന്നിട്ട് നിങ്ങൾ ആലോചിക്കണം, നമ്മളൊക്കെ വോട്ട് ചെയ്തവരൊക്കെ ജയിച്ച് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ചെറിയൊരു നാട മുറിക്കാൻ ഇവർ പോയി കഴിഞ്ഞാൽ 6, 7, 8 ലക്ഷമാണ് നേടുന്നത് അല്ലേ. അപ്പോൾ അവിടെ നെഗറ്റീവ് അടിച്ച് അപ്പോൾ നെക്സ്റ്റ് സീസൺ 8 നമുക്ക് എല്ലാവർക്കും പോയിട്ട് ഇപ്പം എല്ലാവരും അങ്ങനെ ഒരു തന്ത്രമാണ് എടുക്കാൻ നോക്കിയൊക്കെ. എല്ലാവരും അടിച്ച് നെഗറ്റീവ് പറഞ്ഞ് അവർ ഉമ്മ വെച്ചു, ഇവരെ കെട്ടിപ്പിടിച്ചു, അവർ കെടുക്കണ കണ്ടു, ഇവർ നടക്കണ കണ്ടു, അവർ പണ്ട് കാലത്ത് ഇങ്ങനെയായിരുന്നു, ഈ തരത്തിലുള്ള വൃത്തികേടുകൾ പറഞ്ഞ് ഓരോരുത്തരും അടിച്ച് താഴ്ത്തിട്ട് ജയിക്കാനാണ് നോക്കുക. അതാണല്ലോ ഇപ്പോൾ റിപ്പീറ്റേഷൻ അതിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കണ്ട് ചെല്ലുന്നവരായിരിക്കും സീസൺ 8. എന്നിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് അതിനെ പിന്താങ്ങാൻ കുറേ PR വെച്ചാൽ മതി. കാരണം നമ്മുടെ കയ്യിലേക്ക് റൊക്കം പൈസ കൊടുക്കാൻ വേണ്ട. 16 ലക്ഷം 20 ലക്ഷം കൊടുക്കാൻ നമ്മുടെ കയ്യിൽ വേണ്ട. നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ കാശുകാരിയായിട്ടല്ലേ വരിക. ആ കാശ് കിട്ടുമ്പോൾ ചെക്ക് എഴുതി കൊടുത്താലും മതി, അല്ലെങ്കിൽ ക്യാഷ് കൊടുത്താലും മതി. നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് ബോണ്ട് ചെയ്തിട്ടാണ് നമ്മളൊക്കെ ഇനി പോകേണ്ടി വരിക. നമുക്കെല്ലാവർക്കും പോകാൻ ചാൻസ് ഉണ്ട്. കോമണറോ അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് പോകാം. എന്നിട്ട് ഈ തരത്തിലുള്ള കണ്ടൻറ്റുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ 2 കൈയും നീട്ടി സ്വീകരിക്കുന്നുള്ള കാര്യം മനസ്സിലായില്ലേ. PR കൊടുക്കാൻ മാത്രം മതി. ഇനിയിപ്പോൾ ഒരു ഓട്ട മത്സരത്തിന് നമ്മൾ നോക്കിയൊക്കെ ഇപ്പോൾ റോബിൻ പറഞ്ഞതാണ്, ഓട്ട മത്സരത്തിൽ ഇതുപോലെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി മരുന്നൊക്കെ കുത്തി വെച്ചിട്ട് ഓടിക്കഴിഞ്ഞാൽ അവർക്ക് അത്യാവശ്യം ഓടാൻ പറ്റും. അവർ നല്ല ഓട്ടമുള്ള ആളാണെങ്കിലും ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി സ്പീഡിൽ ഓടാം. അപ്പോൾ അവർ എന്തായാലും വിജയിക്കുമല്ലോ. അതേ ലെവൽ തന്നെയാണ് ഇപ്പോൾ ഈ PR വർക്കിൽ ചെയ്തിരിക്കുന്നത്. അവർ നന്നായി കളിക്കാരാണ്, അനുമോൾ നല്ല കളിക്കാരിയാണ്. പക്ഷേ ബൂസ്റ്റ് ചെയ്യാൻ PR കൂടി ഉള്ളപ്പോൾ എന്തായി, അനുമോൾ ഹൈ ലെവലായി. ഇതാണ്. അപ്പോൾ റോബിൻ പറയുന്നത് എന്താണ്, ഈ സീസണിൽ ബെസ്റ്റ് പ്ലെയേഴ്സ് ഇല്ല. ഇത് ഞാനും പറഞ്ഞ സംഭവമാണ്. ഈ സീസണിൽ ഒരൊറ്റ പ്ലെയർ നമുക്ക് ബെസ്റ്റ് പ്ലെയർ എന്ന് പറയാനില്ല. റോബിൻ്റെ പോലെയോ അല്ലെങ്കിൽ നമ്മുടെ അഖിൽമാരാരെ പോലെയോ സാബുമാൻ്റെ പോലെയോ ഒന്നും ഒരു പ്ലെയറും ഈ സീസണിൽ നിന്ന് എടുക്കാനില്ല. അതുകൊണ്ട് തന്നെ ഇവരൊക്കെ അനുമോളുടെ ഉദ്ഘാടനത്തിന് നിങ്ങൾ പോപ്പീസിലൊന്ന് പോയി നോക്കി നോക്കൂ. അതിൽ ഒരു മനുഷ്യനില്ല. അതിൽ കുറേ ചാനൽസ് ഈ മൊബൈലും പിടിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ ഈ സാധനങ്ങൾ മേടിക്കാൻ വന്ന കുറച്ച് പിള്ളേരും അമ്മമാരും നിൽക്കുന്നുണ്ട്. പിന്നെ ഈ ബോഡി ഗാർഡ്സ് കുറച്ച് പേര് നിൽക്കുന്നുണ്ട്. പിന്നെ ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന അവിടുത്തെ നടത്തിപ്പുകാരുണ്ടല്ലോ, അവരും കുറച്ച് പേരുണ്ട്. ഇത്രയേ ഉള്ളൂ അവിടെ. ജനപ്പെരുപ്പം ഒന്നുമില്ല. ഒരൊറ്റ ആൾ പോലും അവിടെ ശരിക്കും കാണാൻ വേണ്ടി വന്ന് നിൽക്കുന്നില്ല. അപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ ഏത് ലെവലിലാണ് ഇവരൊക്കെ ജയിച്ചിരിക്കുന്നതെന്ന് അറിയാം. ഇനിയിപ്പോൾ ഇതിനും കമൻസ് ഒരുപാട് വരും. പക്ഷേ നിങ്ങൾ ബാഡ് കമൻറ്റ് ഇട്ടിട്ട് PR ആണെന്ന് തെളിയിക്കരുത്. എനിക്ക് അത്രേ പറയുള്ളൂ. ഞാൻ എന്നിട്ട് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇവർ ഈ നാട്ടുകാരേ അല്ലാത്ത പോലത്തെ ഏതൊക്കെയോ ഐഡിയയാണ് ഇവർ കൊണ്ടുവന്ന് ബാഡ് കമൻറ്റ് ഇടുന്നത്. അത് കുഴപ്പമില്ല. ഇനി നോക്കി നോക്കൂ, റോബിൻ പറയുന്നത് ഞാൻ ആദിലെയും നൂറയെയും ഒരുപാട് പ്രൊട്ടക്റ്റ് ചെയ്തു. ഷാനവാസ് രുദ്രനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇവർ ടോപ്പ് 5 വരുന്നു ഞാൻ ആദ്യമേ പ്രഡിക്റ്റ് ചെയ്തിരുന്നു. എന്നിട്ട് പോലും ഇവർ അതിൻ്റെ ഉള്ളിൽ ചെന്ന് എന്നെ ഒരുപാട് കുറ്റം പറയുകയാണ് ചെയ്തത്. അതിലെനിക്ക് ഒരുപാട് വിഷമമുണ്ടാക്കി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെന്താണ്, അനുമോളെടുത്ത് അവിടെ ചോദിക്കുന്നുണ്ട് കാറും പൈസയൊക്കെ കിട്ടിയോ എന്ന് ചോദിക്കുന്നില്ല. അപ്പോൾ അനുമോൾ പറയുന്നത് ഇല്ല, കിട്ടിയിട്ടില്ല, ലേറ്റ് ആവും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനീഷിനെയാണ് വിവാഹം കഴിക്കുന്നത്, PR വിനുവിനെയാണ് വിവാഹം കഴിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് എനിക്ക് 2 പേരെയും വേണ്ട, ഞാൻ വേറെ ആളെ വിവാഹം കഴിച്ച് ജീവിച്ചോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ബിഗ് ഹൗസിൽ എല്ലാവരും എൻ്റെ അടുത്താണ് പെരുമാറിയത്, ഗെയിമിൻ്റെ ഭാഗമാണ്, അതൊക്കെ ഞാൻ അവിടെ വെച്ചിട്ട് വിട്ടു എന്നൊക്കെ പറഞ്ഞ് ബിഗ് ബോസിനെ കുറിച്ച് കുറേ നിന്ന് പ്രസംഗിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ലാലേട്ടനെ എപ്പോഴും എന്നെ ചീത്ത പറയുമായിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എനിക്ക് പുറത്ത് നല്ല സപ്പോർട്ടാണെന്ന് എനിക്ക് ഡൗട്ട് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ ലാലേട്ടൻ ചീത്ത പറഞ്ഞിരുന്നത് എന്ന് അനുമോൾ അവിടെ നിന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കുറേ പ്രോഗ്രാംസൊക്കെ കഴിഞ്ഞ് അനുമോൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. പക്ഷേ അങ്ങേ തലത്തിൽ നമ്മുടെ അനീഷിന് കിട്ടിയ സ്വീകരണമോ ഭയങ്കര ഗംഭീര സ്വീകരണമായിരുന്നു തൃശ്ശൂർ കേട്ടോ. അത് ഈ ഫസ്റ്റ് കിട്ടിയ അനുമോളെക്കാളും ഡബിളായിരുന്നു. അതുപോലെ തന്നെ അനീഷ് പഠിച്ച സ്വന്തം സ്കൂളിൽ സെൻറ്റ് ആൻ്റണീസോ എന്നൊരു സ്കൂളിൽ അദ്ദേഹത്തെ ക്ഷണിച്ചിട്ട് അദ്ദേഹത്തെ അനുമോദിക്കലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു പയ്യൻ, ആ സ്കൂളിൽ ഒരു പയ്യൻ അനീഷിനൊരു ഫോട്ടോ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വൻപൻ സ്വീകരണം കിട്ടിയിട്ടുണ്ട്. ശിശുദിനം കുട്ടികളോടൊപ്പം അടിച്ചു പൊളിച്ചു ശരിക്കും ആ സ്കൂളിൽ നിന്നിട്ട് കേട്ടോ. അങ്ങനെ പിന്നെ
പിന്നെ പറയുന്നുണ്ട് അനീഷിന് ഗോൾഡൻ വിസ കിട്ടി, അതുപോലെ തന്നെ ഫ്ലാറ്റ് കിട്ടി എന്നൊക്കെ പറഞ്ഞു. അനീഷ് തന്നെ വന്നിരുന്ന് പറയുന്നുണ്ട് കേട്ടോ, അതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് ആരൊക്കെ പടച്ചു വിടുകയാണ്. പിന്നെ നമ്മുടെ വിനുവിനെ കുറിച്ച് പറയണേ, വിനു പറയുന്നുണ്ട് അനുമോൾക്ക് കാറ് കിട്ടിയിട്ടില്ല, അനുമോളുടെ കാറ് എനിക്ക് കിട്ടണം എന്നുണ്ട്, ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ ആഗ്രഹം അനുമോൾ തന്നാൽ മേടിക്കും എന്നൊക്കെ പറഞ്ഞ് തമാശ പറയണതായിരിക്കാം, എനിക്കറിയില്ല. പക്ഷേ കിട്ടിയിട്ടും കാര്യമില്ല, 35% ടാക്സ് ഒക്കെ വരുന്നുണ്ടെന്നാണ് പറയണത്. അതുകൊണ്ട് അത് കിട്ടിയിട്ടും കാര്യമില്ല. പക്ഷേ അനുമോൾ വളരെ സ്നേഹത്തോടെ തരികയാണെങ്കിൽ അതൊക്കെ മേടിക്കും കിട്ടുമോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ 15 ലക്ഷത്തിൽ 14 ലക്ഷം വേണമെന്ന് പറഞ്ഞ ആളാണ് വിനു കേട്ടോ. ഇവർ പലപ്പോഴും പലതരത്തിലുള്ള വർത്തമാനമാണ് പറയുന്നത്. പിന്നെ എത്രയാണ് എമൗണ്ട് നിങ്ങൾക്ക് ഇനി തരാൻ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ വിനു പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 14 ലക്ഷം കൂടി തിരിച്ചു തരാനുണ്ട് എന്നാണ് പറയുന്നത്. ഞങ്ങൾ തമ്മിലുള്ള സീക്രട്ട് ആണത് എന്ന് പറയുന്നുണ്ട്. എനിക്ക് അനുമോൾക്ക് മാത്രം അറിയുന്ന സീക്രട്ട് ആണ് എന്ന് പറയുന്നുണ്ട്. ഡെയിലി അനുമോൾക്ക് 3 ഇനോഗ്രേഷൻ വെച്ചിട്ടാണ് കിട്ടുന്നത് എന്ന് പറയുന്നത്. വളരെ ഹാർഡ് വർക്കിംഗ് ആയ ഒരു പേഴ്സൺ ആണ് അനുമോൾ എന്ന് വിനു പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഇനോഗ്രേഷന് 6 ലക്ഷം 7 ലക്ഷം രൂപയ്ക്കാണ് ഇപ്പോൾ മേടിക്കുന്നത്. അപ്പോൾ ഈ 3 ഇനോഗ്രേഷനെ കൂടുമ്പോൾ എത്ര ലക്ഷങ്ങളായിരിക്കും കിട്ടുക. അപ്പം നമുക്ക് ബിഗ് ബോസിൽ പോകണമെന്ന് ആഗ്രഹമുള്ളവർ നിങ്ങൾ അവിടെ ചെന്നിട്ട് വെറുതെ ഇരിക്കാതെ എന്ത് നെഗറ്റീവ് ആണെങ്കിലും മറ്റുള്ളവരെ എന്ത് വേണ്ടാതനം വിളിച്ചു പറഞ്ഞാൽ ഗെയിമിൻ്റെ ഭാഗമാണ് എന്ന് നമുക്ക് പറഞ്ഞിട്ട് തള്ളാവുന്നതേ ഉള്ളൂ. മറ്റുള്ളവരെ പേഴ്സണലിയും ഒക്കെ ഹറാസ് ചെയ്ത് എന്നിട്ടിരുന്ന് കുറേ കരയുകയോ അല്ലെങ്കിൽ വിഷമിക്കുകയോ ഒക്കെ ഒറ്റയ്ക്കിരുന്ന് കളിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ വിന്നറാക്കാൻ വേണ്ടി PR കൊടുത്തിട്ട് പോകണം കേട്ടോ. 16 ലക്ഷം നിങ്ങളുടെയൊക്കെ കയ്യിലില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ തിരിച്ചു വരുമ്പോൾ 16 അല്ല 50 100 ലക്ഷം കൊണ്ടാണല്ലോ വരിക. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് എടുത്ത് കൊടുക്കാമല്ലോ. അത് പൈസ ഇപ്പോൾ കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത് ഫസ്റ്റ് വിന്നർക്ക്, അത് കുറച്ച് നാൾ കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ അതിനിടയ്ക്ക് വേറൊരു സംഭവമുണ്ട്. നമ്മുടെ വാരണാസിയിൽ പോയിട്ട് ശൈത്യം ഇരുന്നിട്ട് ധ്യാനത്തിനിരിക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കണ്ടാൽ നമുക്ക് ചിരിച്ചു പോകും. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല.